മുസ്ലിങ്ങൾക്കെതിരായിട്ട് ലവ് ജിഹാദ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ആരോപിക്കുമ്പോൾ VS അച്യുതാനന്ദനാണ് ആദ്യം ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തിയത്. നിങ്ങൾ ചിന്തിക്കണം. BJP ഏക സിവിൽ കോഡ് ഉപയോഗിക്കുകയാണ്. അത് തുടങ്ങിക്കൊടുത്തത് CPM ആണ്. എല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? EMS അല്ലേ തുടങ്ങിക്കൊടുത്തത് ശരിയത്ത് വിവാദം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് മുസ്ലിങ്ങൾക്കെതിരെ RSS നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് അവർ നടത്തിയ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാത്ത മുന്നണിയെ കുറിച്ച് ഒരു വാക്ക് പോലും M. സ്വരാജ് സംസാരിച്ചിട്ടില്ല. എന്താണോ പിണറായി വിജയന് സംസാരിക്കാനുള്ളത് അത് M. സ്വരാജിനുള്ളൂ. M. സ്വരാജ് നിലമ്പൂരിൽ നടന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുണ്ട്, വേഷ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, അതിനെക്കുറിച്ച് സ്വരാജ് ഈ നാട്ടുകാരനായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. എന്നാൽ ഈ കേരളത്തിന് പുറത്തുള്ള എല്ലാ ഏറ്റുമുട്ടൽ കൊലകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുമല്ലോ. അതുകൊണ്ടത്തെ കാര്യം നമ്മുടെ സൈബർ സഖാക്കള് ഇപ്പൊ ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നത് പഴയ ആര്യാടൻ മുഹമ്മദിന്റെ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പഴയ 1967 മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള സമരങ്ങള്, അതിന്റെ പ്രസംഗങ്ങള് ഒക്കെയാണ് സൈബർ സഖാക്കൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷമാണ് കേട്ടോ. ഷൗക്കത്ത് അലിയുടെ വിലാപ കാവ്യം രണ്ട് സിനിമ എടുത്തല്ലേ. ഞങ്ങൾക്ക് ഷൗക്കത്തിനോട് യാതൊരു യോജിപ്പില്ല കേട്ടോ. കാരണം ഈ ഇന്ത്യ രാജ്യത്തെ 3000-ലധികം ആളുകളെ ചുട്ടുകൊന്ന ഗുജറാത്ത് കലാപം ഇതുവരെ ആര്യാട് ഷൗക്കത്ത് കണ്ടിട്ടില്ല. ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഹിന്ദുത്വ വർഗീയ കലാപങ്ങൾ ഒന്നുപോലും ആര്യാട് ഷൗക്കത്ത് എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവിന്, സിനിമാ സംവിധായകന് ഇന്ന് വരെ അദ്ദേഹത്തിന്റെ മനോഗതത്തെ അത് ബാധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. അദ്ദേഹത്തെ എപ്പോഴും ബാധിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ 16 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വലിയ വേദനിപ്പിച്ചത്. അതേസമയം ഈ മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള RSSന്റെ കുപ്രചരണങ്ങൾക്കെതിരെ ഈ ആര്യാട് ഷൗക്കത്ത് ഒരു സിനിമ പോലും ഉണ്ടാക്കിയിട്ടില്ല, ഒരു സിനിമ പോലും. അതുകൊണ്ട് ആര്യാട് ഷൗക്കത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ ആര്യാടൻ മുഹമ്മദ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 1967 നിങ്ങൾ ചിന്തിക്കണം. മലപ്പുറം ജില്ലക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 2024 സഖാവ് പിണറായി വിജയൻ 2024 6 മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിൽ കള്ളക്കടത്ത് പിടിക്കാതെ എയർപോർട്ട് ഏതാ ഉള്ളത്? അതാണ് എയർപോർട്ടിൽ നിന്ന് എത്ര കോടിയുടെ കള്ളക്കടത്ത് പിടിക്കുന്നുണ്ട്, മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട്, കള്ളക്കടത്ത് പിടിക്കുന്നുണ്ട്, നെടുമ്പാശ്ശേരി പിടിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് പിടിക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ പിടിക്കുന്നുണ്ട്, മുംബൈ എല്ലാ എയർപോർട്ടിലും സ്വർണം പിടിക്കുന്നുണ്ട്. കോഴിക്കോട് മാത്രമല്ല. പക്ഷെ കോഴിക്കോട് പിടിക്കുന്ന 50 കിലോ അതിന്റെ കണക്കൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പറയാണ്, മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് എയർപോർട്ടിൽ പിടിക്കുന്ന സ്വർണം മുഴുവൻ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മലപ്പുറം ജില്ലയെ സംശയത്തിന്റെ നേലിൽ നിർത്തിയതാണോ കുറ്റം? അതല്ല 1967 ആരുടെ മുമ്പ് സംസാരിച്ചതാ പ്രശ്നം? ഇത് രണ്ടും കണക്കല്ലേ? എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഇത് പുതിയ എന്തൊക്കെയാണെങ്കിലും M. സ്വരാജ് നല്ലതെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതായത് ഇതിന് മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഇങ്ങനെയാണ്. LDF ഇടതുപക്ഷ സഖാക്കള് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. മുസ്ലിം വോട്ടർമാരെ ഈ അർത്ഥത്തിലുള്ള പൈങ്കിളിപരമായ കാര്യങ്ങളൊക്കെ തന്നെ ലോഹലപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇളക്കി വിട്ടിട്ട് വോട്ട് വാങ്ങിപ്പോണ്ട ആളുകളാണ്, റാഞ്ചി എടുക്കുന്ന ആളുകളാണ് ഇവര്. പഴയ കാലത്ത് EMS സദ്ദാം ഹുസൈന് സിന്ദാബാദ് വിളിച്ചിട്ട് ആണ് അന്ന് കേരളത്തിലെ മുസ്ലിം വോട്ട് മുഴുവൻ അദ്ദേഹം പോക്കറ്റ് അടിച്ചു പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നടന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ് ബീഫ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സംഗതി നടത്തിയിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ വോട്ട് റാഞ്ചി പോയത്. വേറെ പണിയൊന്നുമില്ല കേട്ടോ. വേറെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് RSS നടത്തുന്ന ഒരു പ്രശ്നങ്ങളിലും അതിനെതിരായിട്ടുള്ള ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും അവരെടുക്കൂല. മുസ്ലിങ്ങൾക്കെതിരായിട്ട് ലവ് ജിഹാദ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ആരോപിക്കുമ്പോൾ VS അച്യുതാനന്ദനാണ് ആദ്യം ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തിയത്. നിങ്ങൾ ചിന്തിക്കണം. BJP ഏക സിവിൽ കോഡ് ഉപയോഗിക്കുകയാണ്. അത് തുടങ്ങിക്കൊടുത്തത് CPM ആണ്. എല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? EMS അല്ലേ തുടങ്ങിക്കൊടുത്തത് ശരിയത്ത് വിവാദം. തുടങ്ങിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഏതാണ്ട് ഏക സിവിൽ കോഡ് അടക്കം അതേപോലെ തന്നെ ഈ പറയുന്ന ലവ് ജിഹാദ് അടക്കം തുടങ്ങി കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷ സഖാക്കളാണ് എന്നുള്ളത്, നേതാക്കന്മാരാണെന്നുള്ളത് വ്യക്തമല്ലേ? BJP അത് ഉപയോഗപ്പെടുത്തുന്നത് ഉറപ്പല്ലേ? അവരതിന് നിൽക്കല്ലേ? എന്നിട്ട് ഇപ്പൊ പറയുന്നു. അപ്പോ അതിന് പകരം ബീഫ് ഫെസ്റ്റ് NRC ഇവിടെ നടപ്പാക്കൂല. തലശ്ശേരി അതൊക്കെ എടുക്കാൻ പോകും. തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളി ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളൊരു സഖാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പഴയ കാലത്തുള്ള കണക്കൊക്കെ വെച്ചിട്ടാണ് ഇവർ എപ്പോഴും. ഇപ്പൊ സ്വരാജ് ഫെസ്റ്റാണ് ഇപ്പോ അടുത്ത പരിപാടി. സ്വരാജ് നല്ലവനാണെന്നുള്ളത്. പാകിസ്ഥാൻ പട്ടാളത്തിൽ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ പട്ടാളത്തിൽ നല്ല ആൾക്കാരില്ലേ?
അതുണ്ടാവുമല്ലോ, ഏതൊരു രീതിയിൽ നല്ല ആൾക്കാരുണ്ടാവുമല്ലോ. പാകിസ്ഥാൻ പട്ടാളത്തിൽ അങ്ങനെ ആ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളല്ലാതെ വേറെ നാട്ടിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളത്തിൽ ഉണ്ടാകും. തൻ്റെ സംസ്ഥാനത്തെ അല്ലാത്ത എല്ലാവിധ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെയും നിങ്ങൾ ആലോചിക്കണം. അതിനെ പറ്റി മിണ്ടാതെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ടാവും. എന്ന് വെച്ചിട്ട് നമുക്ക് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റും? അങ്ങനെ നമുക്ക് പറ്റുമോ? അത്രേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് മുസ്ലിങ്ങൾക്കെതിരെ RSS നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്ക്, അവർ നടത്തിയ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാത്ത മുന്നണിയെ കുറിച്ച് ഒരു വാക്ക് പോലും എം സ്വരാജ് സംസാരിച്ചിട്ടില്ല. എന്താണോ പിണറായി വിജയന് സംസാരിക്കാനുള്ളത് അത് എം സ്വരാജിനുള്ളൂ. എം സ്വരാജ് നിലമ്പൂരിൽ നടന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ വേഷ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, അതിനെക്കുറിച്ച് സ്വരാജ് ഈ നാട്ടുകാരനായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. എന്നാൽ ഈ കേരളത്തിന് പുറത്തുള്ള എല്ലാ ഏറ്റുമുട്ടൽ കൊലകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുമല്ലോ. അന്നത്തെ കാര്യം. അപ്പൊ പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വരാജ് എന്ന് പറയുന്നത് അത് മാത്രം, സ്വരാജ് മാത്രം നല്ലത് എന്ന് പറഞ്ഞാൽ അത് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർത്താനല്ല. ഞങ്ങളത് വ്യക്തമാക്കി പറയണം.